തുർക്കിയെ കളത്തിലിറക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറെടുക്കുകയാണ്. നിലവിൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധ സാഹചര്യങ്ങളൊക്കെ മാറി മറിയുകയാണ്. ആദ്യാദ്യം ചേർന്ന് നിന്നവരെല്ലാം ഇപ്പോൾ അകന്നു പോകുന്നു, ചേരാത്തവർ ചേർന്ന് നിൽക്കുന്നു. ചേർന്ന് നിന്ന ചില രാജ്യങ്ങൾ മാറി മറിയുന്നു, അവർ പ്രത്യക്ഷത്തിലില്ലാത്ത സ്ഥിതി വരുന്നു. അങ്ങനെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും അവിശ്വസനീയമാണ്. പലതരത്തിലും പല വിഷയങ്ങളുമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്നത്. ഓരോരോ രാജ്യവും അവരവരുടേതായിരിക്കുന്ന നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെ വിട്ടുവീഴ്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് നിലവിലെ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയം മാറിയിരിക്കുകയാണ്. നമ്മൾ ആ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയം ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്തത്ര ഭയാനകരമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ കാണുന്ന ഭൗതികപരമായിരിക്കുന്ന അല്ലെ പബ്ലിക്കായിട്ട് കിട്ടുന്ന വിവരങ്ങളും അറിവുകൾക്കും അപ്പുറം ആന്തരികമായ രീതിയിൽ വലിയ പ്രശ്നങ്ങളും വിഷയങ്ങളും ഓരോരോ രാജ്യവും അവരവരുടെ രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക തകർച്ചയുടെ പടിവാതിൽക്കലാണ് അറേബ്യൻ രാജ്യങ്ങളിൽ പലതും ഉള്ളത് എന്ന് റിപ്പോർട്ടുകളൊക്കെ ഇതിനിടയിൽ തന്നെ പുറത്തു വന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോളിയം വിൽപ്പന നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള നഷ്ടങ്ങളുണ്ടാവും. കാര്യം ഒന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, രണ്ടാമത്തത് ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ കിണറുകൾ ഈ പെട്രോളിയം കൊയ്ച്ചെടുക്കുന്ന കിണറിനെ സംബന്ധിച്ചിടത്തോളം അത് ഭാവിയിൽ വല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങളുണ്ടാകും. പിന്നീട് കൊയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ എടുക്കുക എന്നുള്ള നിർബന്ധമാണ്. എടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റോറേജ് ആയിട്ട് സ്റ്റോക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഹോർമസ് കടലുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധികൾ തീരാത്ത രീതിയിലുള്ള വിഷയത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് ഇവിടെ അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എടുക്കുന്ന പെട്രോളിയം വിൽപ്പന നടത്താൻ പറ്റാതിരിക്കുമ്പോൾ അത് കടലിൽ ഒഴിക്കേണ്ട സ്ഥിതിയിലേക്ക് വരും. ഈ തരത്തിലാണ് ഇവിടുത്തെ സമവാക്യങ്ങളും സ്ഥിതികളും കാര്യങ്ങളും ഉള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് സൗദി അറേബ്യയും UAEയും തമ്മിൽ മുൻപ് കാലത്തെ വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധമാണ്. ഒരു ശരീരമായിട്ടാണ് അവർ പല ഘട്ടത്തിലും പ്രവർത്തിക്കൽ. ഖത്തറിന് എതിരെ ഒരു ഉപരോധം ഉണ്ടായിരുന്നു സൗദി അറേബ്യ കൊണ്ടുവന്നത് കുറച്ച് കൊല്ലം മുമ്പ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായിരിക്കുന്ന ഉപരോധമാണ്. ആ ഉപരോധത്തെ അപ്പാടെ തന്നെ പിന്താങ്ങിയ രാജ്യമാണ് UAE എന്ന് പറയുന്നത്. അപ്പോൾ സൗദി അറേബ്യയും UAEയും സംബന്ധിച്ചിടത്തോളം ഖത്തർ അന്നത്തെ സ്ഥിതിക്ക് വലിയ രീതിയിലുള്ള വിഷയമായി. അവർ പൊടുന്നനെ ഈ എയർക്രാഫ്റ്റുകളൊക്കെ നിർത്തലാക്കി, അതിർത്തി അടച്ചു, വലിയ പ്രശ്നങ്ങളുണ്ടായി. ഈ രാജ്യത്ത് ഈ എംബസി കോൺസുലേറ്റ് അടിച്ചുപൂട്ടി, ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞ് ഖത്തർ പൗരന്മാർ രാജ്യത്ത് നിൽക്കരുതെന്ന് പറഞ്ഞ് അങ്ങനെ വല്ലാത്ത രീതിയിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു വിഷയം ഉണ്ടായ സമയത്ത് UAE സൗദി അറേബ്യയോടൊപ്പം ചേർന്ന് നിന്നു എന്നുള്ളതാണ് അന്നത്തെ രാഷ്ട്രീയ സ്ഥിതികളുള്ളത്. ഇപ്പോഴത്തെ സ്ഥിതി നോക്കുന്ന സമയത്ത് ഹോർമുസിൻ്റെ വിഷയങ്ങളോ ഇറാൻ്റെ വിഷയങ്ങളോ അത്ര പെട്ടെന്ന് തീരാനൊന്നും പോകുന്നില്ല. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക വിട്ടുവീഴ്ച ചെയ്യാത്ത രീതിയിൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടും കൽപ്പിച്ചുള്ള യുദ്ധമാണ് ചെയ്തത്. അവർ വല്ലാത്ത രീതിയിൽ ആയത്തിൽ മുറിവേറ്റിരിക്കുന്നു. സിംഹത്തിന് മുറിവേറ്റു എന്നൊക്കെ പറയുന്ന തരത്തിലാണ്. എന്തും ചെയ്യും. അതുകൊണ്ട് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് അങ്ങോട്ട് കയറിയിട്ട് ആക്രമിക്കാൻ വേണ്ടി ലോകത്തൊരു രാജ്യത്തിനും ഇപ്പോൾ ധൈര്യമില്ല, അമേരിക്കക്കടക്കം. ഇസ്രായേലിൽ ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു സ്ഫോടനം നടന്നു എന്നതുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നു. അത് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലുതാണ്. അതിൻ്റെ മരണസംഖ്യകളൊക്കെ കൂടിയിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് ചാനലിൻ്റെ റിപ്പോർട്ടിൻ്റെ അകത്ത് 9 മരണം പറയുന്നുണ്ട്. എന്നാൽ ചില റിപ്പോർട്ടുകൾ അതൊന്നും കാണുന്നില്ല. ഈ ചാറ്റ് GPT ഒന്നും അതിനെപ്പറ്റി അറിയാത്ത രീതിയിലാണ് അവരുടെ ഭാഗങ്ങളൊക്കെ കാണുന്നത്. എന്നാൽ ചില ഇംഗ്ലീഷ് ചാനലിൽ കാണാൻ പറ്റുന്നു 9 പേര് മരണപ്പെട്ടു, മറ്റു കുറച്ച് ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനത്തെ റിപ്പോർട്ട് കാണാൻ വേണ്ടി പറ്റും. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ രഹസ്യമായിരിക്കുന്ന സ്ഥിതിയിലേക്കാണ്. സൗദി അറേബ്യ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചിട്ട് ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഇന്നലെയും അതിന് മുമ്പുള്ളതല്ല, ഇറാനോടൊപ്പമാണ്. ഇറാനുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ നീങ്ങെങ്കിൽ മാത്രമേ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും സാമ്പത്തികപരമായിരിക്കുന്ന അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ അവരോടുമായിട്ട് സഹകരിക്കാതെ ഒരു രക്ഷയില്ല. അമേരിക്കയുമായി സഹകരിച്ചുകൊണ്ട് കാര്യമില്ല. ഇറാനുമായിട്ട് ശത്രുത ഉണ്ടാക്കുക എന്നല്ലാതെ അമേരിക്കയ്ക്ക് ഈ നിലവിലെ സാഹചര്യത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ ഒരു തരത്തിലും സഹായിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാര്യം അവർ തന്നെ കടൽ മധ്യ പ്രതിസന്ധിയിലാണ്. അപ്പോൾ സൗദി ഇറാനോടൊപ്പം നിൽക്കുന്ന സമയത്ത് UAE ഇസ്രായേലിനോടൊപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ തന്നെ റൂട്ട് മാറി. മുമ്പ് സൗദിയും UAE ഒരുമിച്ച് നിന്നുകായിട്ട് പല പ്രവർത്തികളും നടത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് അതായത് ഒരുമിച്ച് നിന്ന് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നടന്നു. രണ്ടാമത് അവിടെ നടന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഹൂത്തികളെ ഒതുക്കാൻ വേണ്ടിയിട്ട് 2 രാജ്യങ്ങളിലെ സൈനികർ ഒരുമിച്ചാണ് ശ്രമിച്ചത്. അതായത് യമനിൽ കലാപം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ യമനിൽ വിമതപക്ഷവുമായിട്ട് പ്രശ്നം ഉണ്ടായ സമയത്ത് അവിടുത്തെ സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹൂത്തികൾ എന്ന് പറയുന്ന വിമതപക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സൗദി ഗവൺമെൻറ് UAE ഗവൺമെൻറ് സംയുക്തമായി തീരുമാനിക്കുകയും സൈനികരെ അയക്കുകയും ചെയ്തു. അങ്ങനെ വലിയ രീതിയിൽ ഏറ്റുമുട്ടൽ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുവൈറ്റിനെ നോക്കുകയാണെങ്കിൽ കുവൈറ്റ് നിലവിൽ
കുവൈറ്റും ബഹ്റൈനും അമേരിക്കയുടെ ഞങ്ങളോടൊപ്പമാണ്. അപ്പോൾ സൗദി അറേബ്യ ഇറാനോടൊപ്പം, UAE ഇസ്രായേലിനോടൊപ്പം, കുവൈറ്റും ബഹ്റൈനും അമേരിക്കയോടൊപ്പം, ഖത്തറും അതേപോലെ തന്നെ. ഖത്തർ ഏറെക്കുറെ നിഷ്പക്ഷമാണ്, ഒരു ഭാഗത്തും നിൽക്കാത്ത രീതിയിൽ, ആ രീതിയിലാണ് അവരുടെ നിലപാട്. ഒമാനാണെങ്കിൽ ഒന്നും സംസാരിക്കുന്നില്ല, മധ്യസ്ഥരുടെ റോളിൽ. ഒമാൻ്റെ കടലിൽ തന്നെ നങ്കൂരം വിട്ടിരുന്ന 2 കപ്പൽ നേരെ ഇറാൻ ആക്രമണം നടത്തിയത്, അതിനെതിരെ വലിയ പ്രതിഷേധ കാര്യങ്ങളൊന്നും ഒമാൻ പറഞ്ഞിട്ടില്ല, കാരണം മധ്യസ്ഥരാണ്. അപ്പോൾ വേറെന്തോ കാര്യങ്ങളുണ്ടെങ്കിൽ പരസ്പരം സംസാരിച്ച് തീർക്കാമെന്നല്ലാതെ ഇപ്പോൾ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി ഇറാൻ്റെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു മധ്യസ്ഥൻ്റെ റോള് എടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നതുകൊണ്ട് ഒമാൻ ഇപ്പോൾ ആ റോളിലാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് 6 രാജ്യങ്ങളും 6 തരത്തിലാണ് സമീപനങ്ങളും നിലപാടും ഉള്ളത്. ഒപെക്കിൽ നിന്ന് UAE രാജിവെച്ചതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവരതിൽ നിന്ന് ഇനി സർവീസ് ഇല്ല എന്ന് പറഞ്ഞിങ്ങായിട്ട് മാറിയതോട് കൂടിയിട്ട് പെട്രോൾ ഉൽപ്പന്നത്തിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് 2 തരത്തിലേക്ക് നീങ്ങി. അപ്പോൾ UAE ഇല്ലാത്ത ഒപെക്ക് ഒരു സംഖ്യ പറയുമ്പോൾ UAEയിൽ നിന്ന് എടുക്കുന്ന പെട്രോളിയത്തിൻ്റെ വില അവർ തന്നെ തീരുമാനിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ ചെതറിപ്പോവുകയാണ്, 2 തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ സൗദിയും പാകിസ്ഥാനും തമ്മിൽ 2025 കാലഘട്ടത്തിൽ 24 അവസാനത്തിലും 25 ആദ്യവുമായിട്ട് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ രീതിയിലുള്ള സൈനിക കരാറുണ്ട്. അത് ഏറെക്കുറെ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള കരാറിന് തുല്യമാണ്. ഏതെങ്കിലും രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ സംയുക്തമായി ചേർന്നുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളത്. അപ്പോൾ ആ കരാർ പ്രകാരം ഇറാൻ ആക്രമിച്ച സമയത്ത് പാകിസ്ഥാൻ്റെ സൈന്യം സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട്. തിരിച്ചാക്രമിക്കാനൊന്നും അല്ല, ഇവർക്ക് പ്രാക്ടിക്കൽ നൽകാനാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അതോടൊപ്പം സൈനികമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളുമായിട്ട് എത്തപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ട്. അപ്പോൾ വിഷയം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ സൗദിക്ക് വേണ്ടിയിട്ട് ആക്രമണം നടത്തി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇറാൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല സൗദി അറേബ്യ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ട്. ഇതിന് മുൻപ് തന്നെ 2024 കാലത്ത് ഈ പാകിസ്ഥാനും ഇറാനും തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ പായിക്കുകയും മിസൈൽ വീണ് പൊട്ടിയിട്ട് ഏകദേശം 6 അല്ലെങ്കിൽ 12 പേർ 2 രാജ്യത്തും കൂടി കൊല്ലപ്പെട്ടൊരു വിഷയം ഉണ്ടായിരുന്നു. പിന്നീട് അത് തീർന്നു പോയതാണ്. ഈ യുദ്ധത്തിൻ്റെ ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട മുഹൂർത്ത സമയത്താണ് സംഭവം നടന്നത്. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം പാകിസ്ഥാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകരപ്രവർത്തനം നടത്തുകയും ആ ഭീകരപ്രവർത്തനം അതിർത്തി കടന്നുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി പാകിസ്ഥാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ചെയ്തത്, ആക്രമിച്ചത് എന്നുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ തിരിച്ചടിച്ച് അങ്ങനത്തെ കുറച്ച് പ്രശ്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ സൈന്യം ഇവിടെ എത്തിയ സമയത്ത് ഇറാനുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ സൈന്യം തയ്യാറായില്ല. അത് ഏത് രീതിയിലാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ ഉണ്ടാവുക എന്ന് കണക്കുകൂട്ടിയവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല അതിൻ്റെ രണ്ടാമത്തെ ഒരു വെർഷൻ എന്ന് പറയുന്നത് പിന്നീട് പാകിസ്ഥാൻ മധ്യസ്ഥരുടെ റോളിൽ വന്നു. അമേരിക്ക വരുത്തിയതാവാം, അല്ലെങ്കിൽ പാകിസ്ഥാൻ അങ്ങോട്ട് പറഞ്ഞതാവാം, എന്താണെന്നുള്ളതിൻ്റെ വേറൊന്നും കിട്ടിയിട്ടില്ല. മധ്യസ്ഥ റോള് വന്ന സമയത്ത് ഈ പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഒന്നിച്ചു. പിന്നീട് അമേരിക്ക ഈ 2-3 ചർച്ച കഴിഞ്ഞതിന് ശേഷം അമേരിക്ക പറയുന്ന കാര്യം, ഇറാൻ്റെ യുദ്ധവിമാനം പാകിസ്ഥാൻ്റെ എയർപോർട്ടിൽ രഹസ്യമായിട്ട് ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി പാകിസ്ഥാൻ അനുമതി നൽകി. അഥവാ പാകിസ്ഥാനും ഇറാനും തമ്മിൽ എന്തോ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ധാരണയുള്ള ഒരു രാജ്യത്തിന് നേരെ ഒരിക്കലും പാകിസ്ഥാൻ ആക്രമിക്കില്ല. അപ്പോൾ സൗദിയും പാകിസ്ഥാനും തമ്മിൽ കരാറുണ്ടെങ്കിൽ പോലും ഇറാനാണ് എതിർ കക്ഷിയെങ്കിൽ അതിൽ വല്ലാതെ രീതിയിൽ ഇടപെടാൻ വേണ്ടിയിട്ട് പാകിസ്ഥാന് താല്പര്യമുണ്ടാവില്ല എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇറാനെതിരെ ഏതെങ്കിലും നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും തുർക്കി തയ്യാറാവില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. കാര്യം എന്ന് പറഞ്ഞാൽ തുർക്കിയിൽ അമേരിക്കയുടെ ബേസ് ഉണ്ട്. അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് 2 തവണ ഇറാൻ തുർക്കിയെ ആക്രമിച്ചിട്ടുണ്ട്. തുർക്കി അത് തിരിച്ചടി ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇറാന് നേരെ ആക്രമണം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി ഭയാനകരമായിരിക്കും എന്നുള്ളത് തുർക്കിക്കറിയാം. തുർക്കിയുടെ റൂട്ട് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. എങ്കിലും അമേരിക്കക്കും ഇസ്രായേലിനും എതിരായിട്ടാണ് സംസാരിക്കാറുള്ളത്. സമീപന നിലപാടുകളൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവല് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് തുർക്കിയുടെ രംഗപ്രവേശം ഏറെക്കുറെ ഇറാന് സപ്പോർട്ടായ രീതിയിൽ, അതായത് സൗദി അറേബ്യയെ സഹായിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. എന്ന് വെച്ചാൽ പുതിയൊരു ഒരു ടീം ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയുമുണ്ട്, കൂടെ ഇറാനുമുണ്ട്. അവരൊരുമിച്ച് നിൽക്കുന്ന ഒരു രീതിയിലേക്ക് മൊത്തത്തിൽ ആ പ്രശ്നങ്ങൾ അമേരിക്കയുടെ നയങ്ങൾക്കും നിലപാടിനുമെതിരെ ശബ്ദിച്ചാൽ, എതിർത്താൽ, അല്ലെങ്കിൽ പ്രതിരോധിച്ചാൽ ഇത്രയേ ഉള്ളൂ എന്ന് ലോകത്തിന് ഇറാൻ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവരെ ഭയപ്പെടുന്ന സമയത്താണ് പ്രശ്നം. ഭയപ്പെടാത്ത രീതിയിൽ പ്രതിരോധിച്ച് നിന്ന് കഴിഞ്ഞാൽ അവർ പേടിക്കും. അത് ഇസ്രായേലും അങ്ങനെ തന്നെ, അതേപോലെ തന്നെ
അമേരിക്ക അങ്ങനെ തന്നെ. ഇപ്പോൾ 2-3 മാസമായി ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് തങ്ങൾ പ്രതിരോധിച്ച് നിൽക്കുന്നു. ഇപ്പോൾ പ്രശ്നം തീർക്കാൻ വേണ്ടി അമേരിക്ക ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തുർക്കിയുടെ രംഗപ്രവേശനം ഈ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറെക്കുറെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനിയിപ്പോൾ മൗനം പാലിക്കുന്ന 2-3 രാജ്യങ്ങളുണ്ട്. അതിലൊന്ന് ഈജിപ്താണ്, മറ്റൊന്ന് ജോർദാനാണ്, മറ്റൊന്ന് സിറിയയാണ്. സിറിയയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ അമേരിക്കയ്ക്ക് കീഴടങ്ങുന്ന രീതിയിലുള്ള സമീപനമാണുള്ളത്. അല്ലാതെ തുർക്കിക്ക് സ്വന്തമായി സ്റ്റാൻഡ് എടുത്തിട്ട് എതിർക്കാനൊന്നും പറ്റില്ല. ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ്റെ രാജാവും ഭരണ സംവിധാനങ്ങളൊക്കെ അമേരിക്കയുമായിട്ട് വെല്ലുവിളിക്കാൻ ധൈര്യമില്ലാത്തവരാണ്. മാത്രമല്ല പല ഘട്ടങ്ങളിലും ഇറാൻ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ച മിസൈൽ ജോർദാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് തകർക്കപ്പെട്ടിട്ടുണ്ട്. ഈജിപ്ത് മുസ്ലിം മുബാറക്കിൻ്റെ ഭരണകാലം കഴിഞ്ഞതിന് ശേഷം അവിടെ പുതുതായിട്ട് പിന്നീട് ശേഷം ഭരണത്തിൽ വന്ന എല്ലാവരും ഇപ്പോഴത്തെ CC അടക്കം ഏറെക്കുറെ അമേരിക്കയ്ക്ക് സപ്പോർട്ടുള്ളവരാണ്. അമേരിക്കയ്ക്ക് സപ്പോർട്ടില്ലാത്തൊരു രീതി വന്നാൽ അവിടെ ഒരു പക്ഷേ ആഭ്യന്തര വിഷയങ്ങൾ പിന്നോട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പേടിച്ചുകൊണ്ട് അവർ അതിന് സമ്മതിക്കില്ല. അപ്പോൾ നമുക്കിപ്പോൾ പറയാനുള്ള കാര്യം വെച്ചാൽ തുർക്കിയുടെ രംഗപ്രവേശനം ഈ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത്.